ഒരു അരങ്ങേറ്റ വേളയിൽ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യം തന്നെ മനസ്സ് തുറന്ന് ഭഗവാന്റെ മുന്നിൽ പറയാനുള്ളത് എല്ലാം ആ ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണം. ഹരേ കൃഷ്ണ. ഡാൻസ് അല്ലെങ്കിൽ കലാരൂപങ്ങൾ ഏതായാലും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാമുഖ്യമുണ്ട്. അതിനൊരു ഏറ്റവും വിശിഷ്ടമായ അതിൻ്റെ ഒരു പുറകിലൊരു കാരണം കൂടിയുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നാട്യശാസ്ത്രം പരിശോധിക്കുകയാണെങ്കിൽ നാട്യശാസ്ത്രത്തിൽ പറയുന്ന ഒരു വരി നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെ അത് തന്നെയാണ്. ആംഗികം ഭുവനം യസ്യ വാചികം സർവവാങ്മയം ആഹാര്യം ചന്ദ്രതാരാദി ത്വം വന്ദേ സാത്വികം ശിവം. ആംഗികം ഭുവനം യസ്യ, ഈ ചരാചരങ്ങളിലെല്ലാം എന്തെല്ലാം അനക്കങ്ങൾ കാണുന്നു അതെല്ലാം നിന്റെ അംഗലാവണ്യമാണ്, നിന്റെ ശരീരം അനങ്ങുന്നതായിട്ട് ഞാൻ കാണുന്നു. ഇതിനേക്കാളും നല്ലൊരു ആരാധന മനസ്സിലുണ്ടാവാനില്ല. വാചികം സർവവാങ്മയം, ഏത് ശബ്ദം കേട്ടാലും അത് നിന്റെ ശബ്ദമാണ് എന്ന് ഭഗവാനോട് പറയാനുള്ള ആ മനസാന്നിധ്യം ഒരു നൃത്തം അഭ്യസിക്കുന്ന ഒരാൾക്കാണുള്ളത്. ആഹാര്യം ചന്ദ്രതാരാദി, അണിഞ്ഞിരിക്കുന്നത് ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളുമാണ്. അങ്ങനെയുള്ള സാത്വികനായ ശിവനെ നമിക്കുന്നു എന്നാണ് പ്രാർത്ഥന. ആംഗികം ഭുവനം യസ്യ വാചികം സർവവാങ്മയം ആഹാര്യം ചന്ദ്രതാരാദി ത്വം വന്ദേ സാത്വികം ശിവം. ആ സാത്വികനായ ശിവൻ മറ്റൊന്നുമല്ല, ഈ പ്രകൃതിയാണ്. പ്രകൃതിയെ എങ്ങനെ സ്നേഹിക്കാം എന്ന് ഏറ്റവും ലളിതമായി നമ്മളെ പഠിപ്പിച്ച 2-3 വരിയിൽ നടനം എന്താണ് എന്നുള്ള ആ ഒരു ഐഡിയ, നമ്മളിപ്പോൾ കാണുന്ന പല രീതിയിലുള്ള നൃത്തങ്ങൾ, നൃത്തത്തിൻ്റെ പുതിയ രൂപങ്ങൾ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ശാസ്ത്രീയമായി നൃത്തം പഠിക്കുന്ന സമയത്ത് ഭാവപകർച്ചയെക്കുറിച്ച് വളരെ സ്പെഷ്യലായിട്ട് പറയുന്നതും അങ്ങനെ തന്നെയാണ്. എന്താണ്? യഥോ ഹസ്ത തഥോ ദൃഷ്ടി, കൈ എവിടെ പോകുന്നു അവിടെ കണ്ണ് പോകണം. യഥോ ദൃഷ്ടി തഥോ മന, യഥോ മന തഥോ ഭാവ, യഥോ ഭാവ തഥോ രസ. അപ്പം നമ്മൾ കൈ ഒരു മുദ്ര വെച്ച് കഴിഞ്ഞാൽ കൈയിലേക്ക് കണ്ണ് പോയി ആ കണ്ണിലൂടെ അവിടെ മനസ്സെത്തി, മനസ്സിൽ അവിടെ ഭാവം എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസാന്നിധ്യം, ഏകാഗ്രത, ഫോക്കസ്. ഇന്ന് നമുക്ക് ഏറ്റവും കുറവുള്ളതും എനിക്ക് പേഷ്യൻസ് ആയിട്ട് വരുന്ന കുട്ടികൾ ഏറ്റവും പറയുന്ന പ്രശ്നവും അത് തന്നെ, ഫോക്കസ് ഇല്ല, പഠിക്കാൻ പറ്റുന്നില്ല. ഒരു നൃത്യം അഭ്യസിക്കുന്ന സമയത്ത്, നൃത്തത്തിൻ്റെ നമ്മുടെ ശാസ്ത്രീയമായ രീതിയിൽ പഠിക്കുന്ന സമയത്ത് ഇതാണ് നമ്മൾ പഠിക്കുന്നത്. എങ്ങനെ ഫോക്കസ് ചെയ്യണം, എങ്ങനെ മനസ്സിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരണം, എങ്ങനെയാണ് ഭാവവും രസവും നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ മറ്റൊന്നും വേണ്ട. ആദ്യം പ്രകൃതിയെ നമ്മൾ വന്ദിച്ചു, മനുഷ്യനെ മനസ്സിലാക്കി, മനസ്സിനെ അറിഞ്ഞു, ആ മനസാന്നിധ്യം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു, അവിടെ ഭാവവും രസവും ഉണ്ടായി. ഇത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷത്തിന് ഭഗവാനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. നമ്മൾ ഭഗവാൻ എന്താ വിളിക്കുക? സച്ചിദാനന്ദൻ എന്ന് വിളിക്കും അല്ലേ? എന്താണ് ഈ സച്ചിദാനന്ദൻ എന്ന പേരിൻ്റെ അർത്ഥം? സന്തോഷം 3 തരത്തിൽ നമുക്ക് പിരിക്കാൻ സാധിക്കും. 3 തരത്തിലുള്ള സന്തോഷങ്ങളാണ് ഈ ലോകത്തുള്ളത്. സത്ത്, ചിത്ത്, ആനന്ദം. ഈ 3 സന്തോഷങ്ങളും ചേർന്ന പരിപൂർണമായ സന്തോഷമാണ് ഭഗവാൻ എന്ന് നമ്മുടെ സംസ്കാരം പറയുന്നു. സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് നമ്മൾ സഹായം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സഹായിക്കപ്പെടുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം. നമ്മളെ ആരെങ്കിലും സഹായിച്ചാൽ നമുക്ക് സന്തോഷമുണ്ടാവും, നമ്മൾ ആരെങ്കിലും സഹായിച്ചാലും സന്തോഷമുണ്ടാവും. അതിന് സത്ത് അല്ലെങ്കിൽ സദ്ഗുണം എന്നുള്ള ആ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സന്തോഷം, അതൊരു തരത്തിലുള്ള സന്തോഷം. ചിത്ത് എന്ന് പറയുമ്പോൾ മനസ്സിന് സന്തോഷം തരുന്നതേതോ അത് ചിത്തിലെ സന്തോഷം. ആ സന്തോഷത്തിൽ ഉൾപ്പെടുന്നു നമ്മൾ ഇവിടെ ഹരിചന്ദ്രൻ പഠിപ്പിക്കുന്ന ഓരോ ആക്ടിവിറ്റിയും.